അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കഴിഞ്ഞ 15 വർഷമായിട്ട് മമതയോടൊപ്പം നിൽക്കുന്ന ബംഗാളി മിഡിൽ ക്ലാസ്, അത് കൂടുതലും മുന്നോക്ക വിഭാഗങ്ങളാണ്. ബംഗാളിലെ OBC സമൂഹം കുറവാണ്. അപ്പം മുന്നോക്ക വിഭാഗങ്ങൾ നമ്മൾ ഈ ബദൽലോകം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബ്രാഹ്മിൻ അങ്ങനെയുള്ള വിഭാഗങ്ങളാണ്. അപ്പൊ ആ സമൂഹം BJPക്ക് പിന്തുണ കൊടുക്കുന്നവരല്ല പരമ്പരാഗത. അവരുടെ വികസന സ്വപ്നങ്ങളാണ് 15 വർഷം കൊണ്ട് അവിടെ നടക്കാതെ. അപ്പൊ ഇന്ന് രാജ്യത്തുണ്ടായ മാറ്റം നമ്മുടെ സ്റ്റേറ്റിലും ഉണ്ടാകണമെന്ന് അവരിലൊരു വിഭാഗം ചിന്തിക്കുന്നു. ഞാൻ അതാണ് പറഞ്ഞത്, മമതാ ബാനർജി ഈ സമൂഹത്തെ കയ്യിലെടുത്തത് സ്ത്രീകളെ കൂടുതൽ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരികയും കൂടുതൽ സ്ഥാനാർത്ഥികളാക്കുകയും, ഉദാഹരണത്തിന് അവര് ഏതാണ്ട് 12ഓളം MP-മാരെ, വനിതാ MP-മാരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് വിജയിപ്പിക്കുകയുണ്ടായി. അപ്പൊ ആ തരത്തില് സ്ത്രീകളുടെ ഒരു വലിയൊരു പിന്തുണയിലാണ് മമതാ ബാനർജി ഒരു ഭാഗത്ത് നിൽക്കുന്നത്. മറുഭാഗത്ത് ഏതാണ്ട് 30% ന്യൂനപക്ഷത്തിനെ മുഴുവനും അവരെ കൂടെ നിർത്താൻ കഴിയും. ഇതാണ് മമതാ ബാനർജിയുടെ സ്ട്രെങ്ത്. പക്ഷെ ഈ 15 വർഷം കൊണ്ട് മമത തങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഉയർന്നില്ല എന്നും അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഉദാഹരണം RG-കർ മെഡിക്കൽ കോളേജിലെ ഇഷ്യൂ, ഒരുപാട് ക്രമസമാധാന വിഷയങ്ങൾ, പ്രാദേശികമായിട്ടുള്ള വർഗീയപരമായിട്ടും കമ്മ്യൂണലായിട്ടും ചില സമൂഹങ്ങൾക്ക് മേൽക്കോയ്മയുള്ള മേഖലകളില്, ഹിന്ദു ന്യൂനപക്ഷ മേഖലകളിലൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പശ്ചിമ ബംഗ്ലാദേശിലുണ്ടായ ജമാഅത്ത് ഇസ്ലാമിനെ ഒരു വർഷത്തെ കിരാത ഭരണത്തില് ഒരുപാട് പീഡനം അനുഭവിക്കുക ഹിന്ദുക്കളുടേതായ അതിലുണ്ടായ വിഷയം, അതിന്റെ റിഫ്ലക്ഷൻ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ബംഗാളി ഭദ്രലോകിന്റെ മമതയിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ജനസമൂഹത്തിന് ഇന്ന് അവർ സംതൃപ്തരല്ല. അപ്പൊ BJPയിലേക്ക് അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് BJPയുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ അത് നഗരത്തിന് പുറത്താണ് കൂടുതലും BJPയുടെ സ്വാധീന മേഖലയിൽ. അതിൽ വിശേഷിച്ചും കുടിയേറ്റക്കാരായിട്ട് വന്നിട്ടുള്ള ആൾക്കാര്, പിന്നോക്കം ഒരുപാട് കാലം CPM-ന്റെ ഭരണത്തിന് കീഴിൽ ഒരുപാട് പീഡനം അനുഭവിച്ച സംഭവങ്ങൾ, CAA-യുടെ സപ്പോർട്ട്, ഇപ്പം അമിത്ഷാ തന്നെ അത് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും അവരെ ഡീറ്റെയിൽസ് ആയാലും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നില്ല. അത്തരത്തിലും അടിസ്ഥാന ജനവിഭാഗങ്ങളെ കേന്ദ്രീകരിക്കുന്ന BJPക്ക് ഈ ഒരു ചെറിയ വോട്ടിലെ മാറ്റം കൂടെ വരുമ്പോഴത്തേക്കും മുന്നേറാൻ കഴിയും. അത് നമ്മള് പൊതുവെ സർവേകളിലൊക്കെ തന്നെ ഇവർക്ക് അനുകൂലമാകുന്നത് കോൺഗ്രസും ലെഫ്റ്റും അവിടെ പൂർണ്ണമായിട്ടും പിക്ചറിലില്ല, ഈ തെരഞ്ഞെടുപ്പിലും ഇല്ല. ഈ ബൈപോളർ പൊളിറ്റിക്സിലെ മമതയ്ക്കുള്ള അഡ്വാൻറ്റേജ് BJPക്ക് വരാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള മൈനോറിറ്റി വോട്ടാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ഒരു വിഷയം വന്നിരിക്കുന്നത് AIMM-ന്റെ നമ്മുടെ OIC അവരൊന്നും വലിയ സിഗ്നിഫിക്കന്റ് അല്ലെങ്കിൽ പോലും മുസ്ലിം മേഖല 142 മണ്ഡലങ്ങളിൽ അവർ മത്സരിക്കുന്നു. അതായത് ഹുമയൂൺ കബീർ, അതായത് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഒരാളാണ്, മമതയുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ്. ബാബർ മസ്ജിദ് അവിടെ നിർമ്മിക്കാൻ പോകുന്നതല്ല. ആം ജനതാ ഉന്നയൻ പാർട്ടി AJUP അവർ 130ഓളം മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. അതൊരു 3-4-5% വോട്ട് എന്തായാലും മുസ്ലിം മേഖലകളിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും അവര് വോട്ട് കട്ടറായ സീറ്റിൽ എണ്ണം അത്ര വരുന്നുണ്ടാവും. അത്രയും സീറ്റിൽ അവർ മത്സരിക്കുന്നില്ല. മാത്രമല്ല ഇത് ബീഹാറിലെ സീമാഞ്ചൽ മേഖലയില് ഇവരുടെ പ്രവർത്തനം, അതായത് നമുക്കറിയാലോ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് 6000-5000 വോട്ടിലേക്ക് വ്യത്യാസത്തിലായിരുന്നു വിധി നിർണയിച്ചിരുന്ന മണ്ഡലങ്ങളിൽ ഇവരുടെ സാന്നിധ്യം RJDക്കും കോൺഗ്രസിനും നഷ്ടമായിട്ടുണ്ട് ബീഹാറിൽ. വിശേഷിച്ചും സീമാഞ്ചൽ മേഖലയിൽ ആദ്യമായിട്ട് BJP NDA സഖ്യം കൂടുതൽ സീറ്റുകൾ നേടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതുപോലെ ഒരു വോട്ട് കട്ടറായിട്ടും ഇവര് പ്രവർത്തിക്കും. അതൊരു ഫാക്ടർ, അതൊരു പ്രധാന ഘടകമല്ല. എന്നാൽ പോലും കഴിഞ്ഞ തവണ മുസ്ലിം മേഖലയിൽ ആരും ചോദിക്കാനില്ലായിരുന്നെങ്കിൽ ഇത്തവണ മുസ്ലിം മേഖലയിൽ മമതയ്ക്കെതിരായ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അത് മമത അനുകൂല വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാവും. പിന്നീട് SIR മമതാ ബാനർജിക്ക് പറഞ്ഞ പോലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളത് കൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു സംസ്കാരമുള്ള ഒരു മേഖലയായിട്ട് അവിടെ പലയിടത്ത് ആ മേഖലയിലെ വോട്ട് കുറയും. അപ്പൊ കൂടുതൽ ഇത്തരം പരിഷ്കരണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പില് വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വാദങ്ങൾ നിൽക്കില്ലായിരുന്നു. ഇവിടെ ജനപങ്കാളിത്തം കൂടുകയാണ് ചെയ്തത്. മമതാ ബാനർജിക്ക് അനുകൂലമായിട്ടൊരു ജനവികാരം ഇത്രയും വലിയ രീതിയിൽ ഉണ്ടാകില്ല. കാരണം സ്റ്റാറ്റസോയ്ക്ക് അനുകൂലമായിട്ട് സ്റ്റാറ്റസ് കോ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ തരത്തിലേക്ക് ഒരു ജനപങ്കാളിത്തം ഉണ്ടാകണമെന്നില്ല. അപ്പം കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടായതും വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിച്ചതും മമതാ ബാനർജിക്കെതിരായിട്ടുള്ള വികസന കാര്യത്തിൽ മമതാ ബാനർജി പിന്നോട്ട് പോയി. അതേസമയം ഈ വെൽഫെയർ ആയിട്ടുള്ള ഫ്രീബീസിൽ മമതാ ബാനർജി മുന്നിൽ തന്നെയാണ്. 1 ഡസനോളം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട് അവിടെ പലതരത്തിൽ. അതൊക്കെ ജനകീയമായ പരിപാടികളാണ്. അത് BJP അതിന്റെ ഇരട്ടി തുകയാണ് BJP വാഗ്ദാനം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരർത്ഥത്തില്
BJPയോട് അല്ലെങ്കിൽ ബീഹാറിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും മധ്യപ്രദേശിലുമൊക്കെ അത് നല്ലവണ്ണം BJPക്ക് അനുകൂലമായി സ്ത്രീകളുടെ പങ്കാളിത്തം. അതിന് സമാന്തരമായിട്ട് മറ്റു പല വികസന പരിപാടികളിലും സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടിൽ കഴിഞ്ഞ 12 വർഷമായിട്ട് കേന്ദ്ര സർക്കാരിനുണ്ട്. പക്ഷെ മമതാ ബാനർജി ചെയ്ത ഒരു സ്ത്രീകൾക്കെതിരായ നിലപാടെന്ന് പറയുന്നത് മറ്റു പല സ്റ്റേറ്റുകളും സ്വീകരിച്ചിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പലതും പ്രോപ്പറായിട്ട് അവിടെ നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മളിന്ന് ബംഗാൾ യാത്ര ചെയ്യുന്ന ഒരാളിന് വളരെ ദരിദ്രമായ ഒരു ചുറ്റുപാട്, അത് നഗരമേഖലകളിൽ നമുക്കത് വളരെയധികം പ്രത്യേകമായിട്ട് എടുത്തു. ഇപ്പൊ ഈ ചെങ്കൊടി ഇന്ന് ബംഗാളിൽ ഇല്ല, വളരെ റെയറായിട്ട് മാത്രം കാണുന്ന ഒരു സാധനമാണ് ഈ ചെങ്കൊടി എന്ന് പറയുന്നത്. ഇത്രയധികം ഒരു ദരിദ്രതയിൽ കഴിയുന്ന ആൾ, അത് നമ്മൾ ചേരി എന്ന് പോലും പറയാൻ കഴിയാത്ത തരത്തിലേക്കുള്ള നഗരമേഖലകളിൽ അപ്പം എല്ലാ സ്ഥലത്തുമുള്ള ഫുട്പാത്തുകളിലും പുറമ്പോക്ക് എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ ജനങ്ങളെ നമുക്ക് കാണാം. അപ്പൊ ഒരു തരത്തിലും ഉള്ള ഒരു വികസനം എത്താത്ത തരത്തിലേക്ക് ഇത്രയും വലിയൊരു സ്റ്റേറ്റ് ഇനിയും മുന്നോട്ട് പോകണമോ എന്നുള്ളത് ജനങ്ങള് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഒരു 142 സീറ്റിൽ ഒരു പകുതിയെങ്കിലും BJPക്ക് കിട്ടാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങുന്ന സമയത്തിലുണ്ടായിരുന്ന മേൽക്കോയ്മ മമതാ ബാനർജിയിൽ അവരുടെ ബോഡി ലാംഗ്വേജും അവർ കാണിക്കുന്ന ഈ വല്ലാത്ത വെപ്രാളമൊക്കെ കാണുന്നത് തന്നെ അവരുടെ കോൺഫിഡൻസ് കുറഞ്ഞിരുന്നു. അത് SIR തൃണമൂൽ കോൺഗ്രസിന്റെ വിജയ പ്രതീക്ഷയെ കാര്യമായ മങ്ങലേറ്റിട്ടുണ്ട്. സമാന്തരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ മറ്റൊക്കെ ഇന്ന് ജനങ്ങൾ മറ്റു മേഖലയിൽ നടക്കുന്ന വികസനം കാണും. വിശേഷം നോർത്ത് ഈസ്റ്റേൺ മേഖലയിൽ ആസാം പോലെയുള്ള മേഖലയിലൊക്കെ കാണുന്ന മാറ്റം, പക്ഷേ ക്രമസമാധാന വിഷയത്തില് പശ്ചിമബംഗാൾ ഇന്ത്യയിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. അപ്പൊ ആസാമിൽ നേരെ തിരിച്ചാണ് വളരെ ശക്തമായ ഗവൺമെന്റ് വരികയും ഉത്തർപ്രദേശ്, ബീഹാർ, ആസാമൊക്കെ വളരെ മുന്നിലോട്ട് വന്നപ്പോഴേ ബംഗാൾ വളരെ പുറകിലേക്ക് വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുന്ന ബംഗാളി ബദലോകിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി മാറും. സർവേകളൊക്കെ മമതാ ബാനർജിക്ക് അനുകൂലമാകുന്നതിന്റെ പ്രധാന കാരണം ഒരു ബൈപോളാർ പൊളിറ്റിക്സിൽ അവർക്കുള്ള മേൽക്കോയ്മയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തില് ഈ നാളെ കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പ് ഇവിടെ വരുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ ഒരു ഫൈനൽ പിക്ചർ കിട്ടും. പക്ഷെ BJPക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്.